ഇതാണ് എൻ്റെ വിഷുക്കോടി. ഇതെനിക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരുപാട് വർക്കുള്ള ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കുള്ളത് എടുത്തതാണ്. കസവോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അബിക്ക് എടുത്തതാണ്. അബിക്ക് കുറച്ച് ചെക്സ് ഒക്കെയാണ് ഇഷ്ടം, അപ്പോൾ ആ ഒരു മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള സാരീസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് വിഷു, ഓണം പ്രോഗ്രാമിനൊക്കെ അല്ലേ. പിന്നെ നമ്മൾ അത്ര അങ്ങ് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും വാങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താ പറയുക, എലഗൻ ലുക്കും വേണം, എന്നാൽ ചീപ്പ് റേറ്റിലുള്ളതും വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്ത് നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അങ്ങനത്തെ സാരീസ് നമുക്ക് കിട്ടും. കുറച്ച് ടൈം എടുത്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞങ്ങളിത് വാങ്ങിയിട്ടുള്ളത് ശോഭികയിൽ നിന്നാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് ശോഭിക. വലിയ റേറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കുർത്തയാണ്. വൈറ്റിൽ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഈ ചീപ്പ് റേറ്റിനുള്ള ഇങ്ങനെയുള്ള സാരീസ്, ടോപ്സ്, അതിനോടൊക്കെ എനിക്ക് താല്പര്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ വീഡിയോസിന് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ വലിയ വിലയേൻ്റെ എടുക്കാതെ ഒരു ചെറിയ ചീപ്പ് റേറ്റിന് നല്ല എലഗൻ ലുക്കിലുള്ളതെന്ന് ഞാൻ നോക്കി ഇങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കോടിയൊക്കെ എടുത്ത് ഒരു ബ്ലൗസിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ നല്ല അടിപൊളി ബ്ലൗസ് ഉണ്ട്. എന്താ പറയുക, ഇതിൻ്റെ സ്ലീവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടു കേട്ടോ. വെറും 500 ഉള്ളൂ. കാരണം നമ്മൾ ഇന്നൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും 750 കൊടുക്കണം. അതിനാണ് സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസ്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിലേക്കൊരു സാരി തപ്പി നടന്ന്. അപ്പോൾ സാരി തപ്പി നടന്നപ്പോൾ ഒരു പ്ലെയിൻ വൈറ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ പ്രിൻറ്റഡ് ഓഫ് വൈറ്റ് നോക്കി അങ്ങനെ നടന്ന്. അതും എന്താ പറയുക, ഒരു 400 റേഞ്ചിലുള്ള ഒരു പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റിലുള്ള ഒരു സാരിയും എനിക്ക് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. പിന്നെ അടുത്തത് അബിയുടെ ഗിഫ്റ്റാണ്. അപ്പോൾ അബിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാനൊരു ഗിഫ്റ്റ് അബിക്ക് അതിനോട് മാച്ച് ആവുന്നത് വാങ്ങിക്കൊടുത്തതാണ്. ഇത് ശരിക്കും ഒരു സ്കേർട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയൽ വാങ്ങിച്ചതാണ്. ഹാഫ് സാരിയൊക്കെ ആയിട്ടും യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ വിഷുക്കണി ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണനെ ഇവിടെ വെച്ചു. തേനിക്കുള്ള അരക്കി പാൽക്കണ്ടി വെച്ചു. നവധാന്യങ്ങൾ ഓരോരോ ചെറിയ നവധാന്യം. ഇനി അടുത്തത് മഞ്ചാടിക്കുരു. നമ്മളെ പ്രിപ്പറേഷൻസ് ഏകദേശം സെറ്റാണ്. കണി കണ്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് മേക്കപ്പ് ആവശ്യമില്ല. ഫോട്ടോസ് മേക്കപ്പ് ചെയ്യാം. ലൈറ്റായിട്ട് മേക്കപ്പ് ഇത് കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്ന്. അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു, ഉത്സവമായിരുന്നു അമ്പലത്തിൽ. അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, വിഷുവിൻ്റെ തിരക്കുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ചെറിയ ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മൾ വയനാട്ടിലാണ് വന്നത്. അപ്പോൾ ജസ്റ്റ് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് അടിപൊളി. അപ്പോൾ ഇനി നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. എന്തെങ്കിലുമൊക്കെ പുതിയ സ്പോട്ട്സ് കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ചാൽ ഹറിബറി ആയിട്ട് ലൈഫും ഈ വണ്ടി ഒരു ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാണ് പറ്റിയൊരു സംഭവം.
ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആടിന്നാണ് കേട്ടോ. ആടി ഫീൽഡ് അല്ലേ. ഇവിടുത്തെ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് ഭയങ്കര രസമാണ്. ഒരുപാട് പച്ചപ്പ്, നല്ലൊരു ഫീൽ. ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഉള്ള സ്ഥലമായതുകൊണ്ട് നല്ലൊരു ഫീലാണ് നമുക്ക്. നമ്മളൊന്ന് ശരിക്കും നമ്മളൊന്ന് റീഫ്രഷ് ആവും. ഇപ്പം ഞങ്ങൾ ചായയൊക്കെ കഴിച്ചു. ഒരു 7 o'clock ആയിട്ടുണ്ട് ടൈം. ഇപ്പോൾ നൈറ്റിലേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ളൂ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ കൊച്ചു. സാധാരണ പുറത്ത് 2 days 3 days ഒക്കെ ലീവ് കൊടുത്തിട്ട് അങ്ങനെ പുറത്തോ പോവാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം പെരുന്നാളൊക്കെ ഇടയിൽ വന്നതുകൊണ്ട് ഒരുപാട് ലീവ് കൊടുക്കേണ്ടി വന്നപ്പോൾ ദൂരെ നിന്ന് വന്ന കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ ഒരുപാട് ലീവ് പെടുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു ഒരു ചെറിയ രീതിയിൽ ആഘോഷമാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പെട്ടെന്ന് വിചാരിക്കുന്നത്.